വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യന് ഒരു കാര്യവിചാരകനുണ്ടായിരുന്നു. അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവൻ അവനെ വിളിച്ച്, നിന്നെക്കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാറെ കാര്യവിചാരകൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്കറിയാം എന്നുള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തനെ വരുത്തി ഒന്നാമത്തവനോട്, നീ യജമാനെ എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവൻ അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെക്കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാനിടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. യേശു കർത്താവ് പറഞ്ഞ ഉപമകൾ സ്വർഗീയമായൊരു സത്യം വെളിപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞ ഭൂമിയിലുള്ള കഥകളാണ്. ഈ ഉപമകൾ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, എല്ലാ ഉപമയും ഒരു സത്യം പഠിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. ആ ഉപമയിലെ എല്ലാ കാര്യങ്ങളും എടുത്ത് അവയ്ക്ക് ഓരോന്നിനും ആത്മീക അർത്ഥം നൽകിയാൽ നാം തെറ്റിപ്പോകും. ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി യേശു പറഞ്ഞ കഥ, ആ കാര്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ ആദ്യം കാണുന്ന അനീതിയുള്ള കാര്യവിചാരകനെക്കുറിച്ചുള്ള ഉപമ വളരെയധികം തെറ്റിദ്ധാരണകൾക്ക് ഇട നൽകിയിട്ടുണ്ട്. അനേകരും ഈ ഉപമ പഠിക്കാനോ പഠിപ്പിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കില്ല. കാരണം ഇതിൽ കള്ളനായ അഴിമതിക്കാരനായ ഒരു ജോലിക്കാരനെക്കുറിച്ചാണ് പറയുന്നത്. ആ കഥ വായിക്കുമ്പോൾ യജമാനൻ അവനെ അഭിനന്ദിച്ചു എന്നുകൂടി കേൾക്കുമ്പോൾ, ഓ, അഴിമതിക്കാരനെ അനുമോദിക്കുന്ന യജമാനനോ, ഇതെങ്ങനെ ശരിയാകും എന്ന് ഒറ്റ വായനയിൽ നമുക്ക് തോന്നും. എന്നാൽ അഴിമതിയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടിയല്ല കർത്താവ് ഈ ഉപമ പറഞ്ഞത്. അത് ഇന്ന് ഈ ഉപമ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശു ഈ കഥ പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരോട് ആണ് എങ്കിലും ഈ കഥ ദ്രവ്യാഗ്രഹികളായ പരീശന്മാരും കേട്ടു. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള ഒരു ഉപമയാണ്. എന്തായാലും ഉപമയുടെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എങ്കിലും ഈ ഉപമയിൽ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യവിചാരകൻ ധനവാനായ ഒരു മനുഷ്യനു വേണ്ടി ജോലി ചെയ്യുകയാണ്. കാര്യവിചാരകൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു വേലക്കാരനല്ല. അത് മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ യോസെഫിൻ്റെ കഥ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. യോസെഫ്
പൊത്തിഫോറിൻ്റെ വീട്ടിൽ വെറുമൊരു വേലക്കാരനായിരുന്നില്ല. പൊത്തിഫോറിൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് യോസെഫായിരുന്നു. അതാണ് കാര്യവിചാരകൻ. പൊത്തിഫോർ താൻ കഴിച്ച ഭക്ഷണം അല്ലാതെ മറ്റൊന്നും അറിഞ്ഞില്ലെന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലെ സകല കാര്യവും നടത്തുന്നയാളാണ് കാര്യവിചാരകൻ. ധനവാനായ ഒരു മനുഷ്യൻ്റെ കാര്യവിചാരകൻ അഥവാ മാനേജർ. ധനവാനായ മനുഷ്യൻ ഒന്നും അറിഞ്ഞില്ല. അയാളുടെ കൃഷിയും അയാളുടെ ധാന്യവും എണ്ണയും വീഞ്ഞും വിൽക്കുന്നതും വാങ്ങുന്നതുമെല്ലാം ഈ കാര്യവിചാരകനാണ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു ദിവസം ഈ ധനവാനായ മനുഷ്യന് കാര്യവിചാരകനെക്കുറിച്ച് ചില പരാതികൾ കിട്ടി. പരാതി കിട്ടിയെന്ന് മാത്രമല്ല, ആ പരാതി ആ ധനവാനായ മനുഷ്യൻ വിശ്വസിക്കുകയും ചെയ്തു. താനത് വിശ്വസിച്ച ഉടനെ കാര്യവിചാരകനെ വിളിച്ചു. അവനോട് പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോവുകയാണ്. അതുകൊണ്ട് നീ കണക്ക് ഏൽപ്പിക്കണം. എന്ന് വച്ചാൽ നിന്റെ ജോലി പോയി, പക്ഷേ നിന്നെ ഉടനെ പിരിച്ചുവിടാൻ സാധിക്കുകയില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കണക്കുകൾ, ഒരുപാട് വസ്തുവകകൾ ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവയുടെയൊക്കെയും കണക്ക് യജമാനനെ തിരിച്ചേൽപ്പിച്ചിട്ടേ ഇവന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ സാധിക്കൂ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നോട്ടീസ് പീരീഡാണ്. അവൻ്റെ യജമാനൻ അവനോട് പറഞ്ഞു, ഇനി 1 മാസത്തെ സമയമുണ്ട്, അതിനകം നീ പിരിഞ്ഞു പോകണം. ഇത് കേട്ട ഉടനെ കാര്യവിചാരകൻ പരിഭ്രമിച്ചു. അവൻ ഇരുന്ന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇത്രയും നാളും ഈ ധനികനായ യജമാനൻ്റെ വസ്തുവകകളെല്ലാം എന്നെ ഏൽപ്പിച്ചിരുന്നു. അത് ഞാൻ കൈകാര്യം ചെയ്യുകയായിരുന്നു. എന്നാൽ 1 മാസം കഴിഞ്ഞാൽ, 1 മാസമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, അത്രയോ സമയം കഴിഞ്ഞാൽ എൻ്റെ ജോലി ഇല്ലാതെയാകും. എനിക്ക് കിളയ്ക്കാൻ അറിഞ്ഞുകൂടാ. കഠിന ജോലി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യവിചാരകനായിരുന്നു, മാനേജറായിരുന്നു. ഇനി ഭിക്ഷ യാചിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചാൽ ഞാനത് ചെയ്യാൻ ലജ്ജിക്കുന്നു. ഞാൻ എന്തു ചെയ്യും? ഈ കാര്യവിചാരകൻ്റെ മുമ്പിൽ വലിയൊരു പ്രശ്നം. ജോലി പോവുകയാണ് എന്ന് മനസ്സിലായി, വേറൊരു ജോലി കിട്ടുകയില്ല. എന്തു ചെയ്യും? ജോലി പോയതിന് ശേഷം എങ്ങനെ ജീവിക്കും? 1 മാസത്തെ സമയം കൊണ്ട് ഈ കാര്യവിചാരകന് ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യണമായിരുന്നു. ജോലി ഇല്ലാതെ വരുമ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും, എന്തായിരിക്കും എൻ്റെ വരുമാനം എന്ന് തീരുമാനിക്കേണ്ട ഒരു ആവശ്യം പൊടുന്നനെ ഈ കാര്യവിചാരകന് വന്നു ചേർന്നു. അവൻ ചെയ്തതെന്താണ് എന്ന് അവിടെ വായിക്കുന്നു. ഈ ധനവാനായ മനുഷ്യൻ്റെ ധാന്യവും എണ്ണയും വീഞ്ഞും എല്ലാം ഈ കാര്യവിചാരകനാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ അത് ആളുകൾക്ക് കടമായി കൊടുക്കുകയും അത് അവരിൽ നിന്ന് തിരിച്ചു വാങ്ങുകയും ചെയ്തിരുന്നത് ഈ മനുഷ്യനാണ്. ഈ കാര്യവിചാരകന് ധനവാനായ മനുഷ്യൻ്റെ എല്ലാ കടക്കാരെയും അറിയാം. അവരുടെയൊക്കെ ലിസ്റ്റ് അവൻ്റെ കയ്യിലുണ്ട്. അവൻ ഓരോരുത്തരെയായി വിളിച്ചു. അവരെ വിളിച്ചിട്ട് ഓരോരുത്തരോട് ചോദിക്കുകയാണ്. ഒന്നാമത്തവനോട്, നീ യജമാനന് എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ. അവനോട് പറഞ്ഞു, നിന്റെ കൈച്ചീട്ട് കാണിക്കേ. അത് കാണിച്ചു. അവൻ ആ കൈച്ചീട്ട് വാങ്ങി ആ 100 കുടം എണ്ണ എന്നുള്ളത് 50 കുറച്ചു കൊടുത്തു. ഓർക്കുക, അഴിമതിയാണ് ചെയ്യുന്നത്, ആ അനീതിയാണ് ചെയ്യുന്നത്. യജമാനന് നഷ്ടം വരുത്തുന്ന കാര്യമാണ് ഇവൻ ചെയ്യുന്നത്. പക്ഷേ ഇവനത് ചെയ്തു. അടുത്തവനെ വിളിച്ചു. അവൻ പറഞ്ഞു, ഞാൻ 100 പറ ഗോതമ്പ് കടംപെട്ടിരിക്കുന്നു. അവൻ്റെ റെസിപ്റ്റ് വാങ്ങി 100 പറ അവൻ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അത് 80 പറ എന്നാക്കി കൊടുത്തു. ഓർക്കുക, അവൻ ചെയ്തത് അനീതിയാണ്. ധാർമ്മികമായി യാതൊരു നിലവാരവുമില്ലാത്തവനാണ്. ആ നിലയിലുള്ള പ്രവൃത്തിയാണ് ഈ കാര്യവിചാരകൻ ചെയ്യുന്നത്. പക്ഷേ അവൻ എന്തിനാണ് അത് ചെയ്തത്? അവൻ ചെയ്തതിനൊരു കാരണമുണ്ട്. അവനൊരു കാര്യം മനസ്സിലായി. അവൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ
യജമാനൻ്റെ കാര്യവിചാരകനായി, മാനേജരായി തുടരുകയില്ല. ഇത് വിട്ടിട്ട് പോകേണ്ടി വരും. ഇത് വിട്ടിട്ട് പോകുമ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? അതാണ് അവൻ ചിന്തിച്ചത്. അതിനുവേണ്ടി അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. അവൻ്റെ ബുദ്ധി എന്തായിരുന്നു? യജമാനൻ്റെ എണ്ണയും യജമാനൻ്റെ കോതമ്പും യജമാനൻ്റെ വീഞ്ഞും യജമാനൻ്റെ സർവസമ്പത്തും യജമാനൻ ഇവനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ഇവൻ ഇതുവരെ കൈകാര്യം ചെയ്തിരുന്ന വസ്തുവകകളെല്ലാം, സമ്പത്തെല്ലാം, ധാന്യവും എണ്ണയും വീഞ്ഞും വീടും വാഹനങ്ങളും എല്ലാം യജമാനൻ്റേതായിരുന്നു, അവൻ്റെ സ്വന്തമായിരുന്നില്ല. ഒരു പക്ഷേ വളരെ വർഷങ്ങൾ അവൻ ചിന്തിച്ചു, ഇതൊക്കെ എൻ്റെയാണ്. പക്ഷേ പെട്ടെന്നാണ് നോട്ടീസ് കിട്ടിയത്. അപ്പോൾ അവന് മനസ്സിലായി, ഇതൊന്നും എൻ്റെ അല്ല, എല്ലാം ഇവിടെ ഇട്ടിട്ട് ഈ വീട്ടിൽ നിന്നും പോകണം. എല്ലാം ഇവിടെ ഇട്ടിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? അവന് ബുദ്ധി ഉദിച്ചു. എൻ്റെ കയ്യിൽ യജമാനൻ്റെ വസ്തുവകകളുണ്ട്. യജമാനൻ എനിക്ക് തന്ന ധാന്യം, യജമാനൻ എനിക്ക് തന്ന വീഞ്ഞ്, യജമാനൻ എനിക്ക് തന്ന എണ്ണ. അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കളെ ഉണ്ടാക്കും. എൻ്റേതല്ല ധാന്യം, എൻ്റേതല്ല വീഞ്ഞ്, എൻ്റേതല്ല എണ്ണ, യജമാനൻ്റെയാണ്. പക്ഷെ അത് ഞാൻ ഉപയോഗിച്ച് സുഹൃത്തുക്കളെ ഉണ്ടാക്കും. അതാണ് അവൻ ചെയ്തത്. അവൻ്റെ അധികാരത്തിൽ ഉണ്ടായിരുന്ന എണ്ണയും ഗോതമ്പും ഉപയോഗിച്ച് അവൻ സുഹൃത്തുക്കളെ ഉണ്ടാക്കി. എന്തുകൊണ്ട്? കർത്താവ് പറയുന്നു, ഈ അനീതി കാണിച്ച കാര്യവിചാരകൻ, ഒരു സംശയവുമില്ല, അവൻ അനീതിയാണ് ചെയ്തത്. പക്ഷേ അവൻ ബുദ്ധിമാനായിരുന്നു. എന്തായിരുന്നു അവൻ്റെ ബുദ്ധി? അവൻ്റെ ബുദ്ധി ഭാവിക്ക് വേണ്ടി കരുതുക എന്നതായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ കാര്യവിചാരകൻ അവൻ അനീതിയാണ് ചെയ്തതെങ്കിലും ഭാവിക്കു വേണ്ടി കരുതുവാനുള്ള അവൻ്റെ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. എന്നിട്ട് പറയുന്നു, വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കൾ, കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. എന്നാൽ ഈ ലോകത്തിലുള്ളവർ, അവർ ഇരുട്ടിൻ്റെ മക്കൾ, അവർ വെളിച്ചത്തിൻ്റെ മക്കളല്ല. അവരുടെ ജീവിതം, അവരുടെ പ്ലാനുകൾ, അവരുടെ എല്ലാ പരിപാടികളും ഈ ലോകത്തോടെ അവസാനിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കൾ. പക്ഷേ വെളിച്ചത്തിൻ്റെ മക്കളായ നിങ്ങളെക്കാൾ ബുദ്ധിയാണ് ഈ ലോകത്തിൻ്റെ മക്കൾ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? ഈ ലോകത്തിൻ്റെ മക്കൾ, അവർ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുവാൻ വേണ്ടി ഭാവിക്ക് വേണ്ടി കരുതുന്നു. എന്നാൽ വെളിച്ചത്തിൻ്റെ മക്കളോ? വെളിച്ചത്തിൻ്റെ മക്കൾക്ക് ഈ ലോകത്തിലുള്ളവരെക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാം. അത് അവരുടെ അവസാനം ഈ ലോകത്തല്ല, ഇവർ വരുവാനുള്ള ഒരു ലോകത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ്. ഈ ലോകത്ത് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, വസ്തുവകകൾ, ധനം, വീട്, ധാന്യം, എണ്ണ, വാഹനങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഇതൊക്കെ അല്പകാലത്തേക്ക് അവരെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. സ്വന്തമല്ലാത്തവയാണ്. ഈ സ്വന്തമല്ലാത്ത വസ്തുക്കൾ നിങ്ങൾ സ്വന്തമെന്ന് പറഞ്ഞതുപോലെ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ മക്കൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നിത്യതയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നില്ലെങ്കിൽ അവർ ബുദ്ധിഹീനരാണ് എന്നാണ് കർത്താവ് പറയുന്നത്. താൻ അവരോട് പറയുന്നു, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ. എന്താണ് ഈ അനീതിയുള്ള മാമോൻ? മാമോൻ എന്ന വാക്കിന് പണത്തിൻ്റെ ദൈവം എന്നാണ് അർത്ഥം. ഭാരതത്തിൽ നമ്മൾ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അത് പണത്തിൻ്റെ ദേവിയാണ്. അതുപോലെ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ സമൂഹത്തിൽ ഉള്ള ചില ജാതികളായ ആളുകൾ മാമോൻ എന്ന് പറയുന്നത്
പണത്തിൻ്റെ ദൈവമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ പണത്തെ അല്ലെങ്കിൽ നമുക്ക് ഭൗതികമായി ലഭിച്ചിരിക്കുന്ന നന്മകളെ ഉപയോഗിച്ച് സുഹൃത്തുക്കളെ ഉണ്ടാക്കണം, സ്നേഹിതന്മാരെ ഉണ്ടാക്കണം. ഈ ഉപമയിലെ കാര്യവിചാരകൻ അവൻ ഒരു കാര്യം മനസ്സിലായി, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന ഈ വസ്തുവകകളൊന്നും സ്ഥിരമായി എൻ്റെ കയ്യിലിരിക്കുകയില്ല. ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതാണ്, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ പോകേണ്ടതാണ്. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം സമയം അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാം. ഞാൻ അത് ബുദ്ധിയോടെ ഉപയോഗിച്ച് സുഹൃത്തുക്കളെ നേടും. ഈ പണം എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുകയില്ല. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന സുഹൃത്തുക്കൾ, അവർ എൻ്റെ ജോലി പോയാലും സുഹൃത്തുക്കളായിരിക്കും. അവർ എന്നെ സഹായിക്കും. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ബുദ്ധിയോടെ ഉപയോഗിച്ചാൽ ആ വസ്തുവകകൾ കൊണ്ട് നിത്യതയിൽ നിലനിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളിൽ പലരും ധനികരാണ്, വസ്തുവകകളുള്ളവരാണ്, സ്വന്തമായി വീടുള്ളവരാണ്, സ്വന്തമായി പ്രോപ്പർട്ടി ഉള്ളവരാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള വസ്തുവകകൾ, നിങ്ങളുടെ കയ്യിലുള്ള വീട് അല്ലെങ്കിൽ സ്ഥലം, ഇതൊന്നും നിങ്ങളുടെ ആയിരുന്നില്ല. അത് ആരോ എന്നോ വാങ്ങി, അത് വേറൊരാൾക്ക് വിറ്റു, അത് വേറൊരാൾക്ക് കൈമാറി, വേറൊരാൾക്ക് കിട്ടി, അങ്ങനെ അവസാനം നിങ്ങളുടെ കയ്യിൽ വന്നു. ഇതിൻ്റെ ഉടമസ്ഥരായിരുന്നവരാരും ഇന്ന് ഭൂമിയിലില്ല. നിങ്ങളാണ് ഇപ്പോഴുള്ളത്. ഒരു 100 വർഷത്തിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഈ വീടോ ഈ സ്ഥലമോ ആരുടെ കയ്യിലിരിക്കും? ആർക്കറിയാം? ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ കയ്യിലിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളത് വിറ്റ് വേറൊരാൾക്ക് ലഭിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത്, നമ്മുടെ സ്വന്തമെന്ന് നാം കരുതുന്നത് 100 വർഷത്തിന് ശേഷം നമ്മുടെ ആയിരിക്കില്ല. നാം എല്ലാം ഇവിടുന്ന് പോകേണ്ടവരാണ്. നമ്മുടെ സ്വന്തമെന്ന് പറയുന്നതെല്ലാം ഇട്ടിട്ട് പോകേണ്ടവരാണ്. പക്ഷേ ദൈവം അത് എത്ര നാളത്തേക്കാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ആ സമയം കൊണ്ട് ബുദ്ധിപൂർവം ഈ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നിത്യതയിൽ പ്രതിഫലമുണ്ടാകും. നമുക്കെല്ലാം അറിയാമല്ലോ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാര്യം. 33-ാമത്തെ വയസ്സിൽ ലോകം കീഴടക്കിയ താൻ മരിച്ചപ്പോൾ ഒരു നിർദ്ദേശം തൻ്റെ അനുയായികൾക്ക് കൊടുത്തു. എൻ്റെ ശവപ്പെട്ടിയിൽ നിന്നും എൻ്റെ 2 കൈകളും പുറത്തേക്കിട്ടേക്കണം, ലോകം മുഴുവൻ കാണട്ടെ. ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുമ്പോൾ ഈ ലോകത്തു നിന്നൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന്. എന്നാൽ പ്രിയ സുഹൃത്തേ, അത് 100% ശരിയല്ല. ഈ ലോകത്തിലുള്ള വസ്തുവകകൾ, ധനം, സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ അവയൊക്കെ നാം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ നിത്യതയിലുള്ള പ്രതിഫലങ്ങളാക്കി നമുക്കിത് മാറ്റാൻ സാധിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ അനീതിയുള്ള മാമോനുണ്ട്, അതുകൊണ്ട് നിത്യതയിൽ സുഹൃത്തുക്കളെ, പ്രതിഫലങ്ങളെ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്പമേ നിങ്ങൾക്ക് ഇപ്പോൾ തന്നിട്ടുള്ളൂ. അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്താൽ അധികം നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് അന്യമായതാണ്, അതിട്ടിട്ട് പോയേ മതിയാവൂ. എന്നാൽ അത് വിശ്വസ്തയോടെ കാര്യവിചാരം ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായത് ലഭിക്കും. ഇതിനുശേഷം കർത്താവ് പറയുകയാണ്, എന്തുകൊണ്ടാണ് ആളുകൾ ബുദ്ധിയോടെ അവരുടെ വസ്തുവകകൾ ഉപയോഗിക്കാത്തത്? അതിൻ്റെ കാരണം ഇതാണ്. ആർക്കും 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയില്ല. അതാണ് പ്രശ്നം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ താനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. പണത്തെയും ദൈവത്തെയും സേവിക്കാൻ കഴിയില്ല. പലരും അതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കില്ല. പണത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ സേവിക്കാൻ കഴിയില്ല. ദൈവത്തെ സേവിച്ചാൽ പണത്തെ സേവിക്കാനും കഴിയില്ല. അപ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ സ്വർഗീയമായ പ്രതിഫലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളാണെന്ന് ചിന്തിക്കുക. ആ നിലയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതിക നന്മകളെ ഉപയോഗിക്കുക.
അങ്ങനെ ചെയ്താൽ നിങ്ങൾ ബുദ്ധിമാനാണ്. ഈ ലോകത്തിലുള്ള ആളുകൾ, അനീതി ചെയ്യുന്ന ആളുകൾ ഭാവിക്ക് വേണ്ടി കരുതുന്നു. വെളിച്ചത്തിൻ്റെ മക്കളായ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പഴയ നിയമത്തിൽ യെരിഹോ പട്ടണം പിടിക്കാൻ പോയപ്പോൾ 2 ചാരന്മാരെ യോശുവ യെരിഹോ പട്ടണത്തിലേക്ക് അയച്ചു. ആ ചാരന്മാർ അവിടെ ചെന്ന് രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ ചെന്നു. അവളുമായി ഒരു ഉടമ്പടി ചെയ്തു. അവൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജീവനെ രക്ഷിച്ചാൽ ഞാൻ നിങ്ങളുടെ ജീവനെ രക്ഷിക്കാം. അവർ പറഞ്ഞു, ഒരു ഉടമ്പടി ചെയ്തു, നിന്റെ വീട്ടിലുള്ള എല്ലാവരെയും നിനക്കുള്ളതൊക്കെയും ഞങ്ങൾ സംരക്ഷിക്കും. ചില നാളുകൾക്ക് ശേഷം യെരിഹോ പട്ടണം വീണു. യെരിഹോ പട്ടണം വീണപ്പോൾ യോശുവ ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾ പോയി ആ സ്ത്രീയെയും അവളുടെ വീട്ടിലുള്ളവരെയും അവരുടെ വീട്ടിലുള്ളതിനെയും എല്ലാം പുറത്തു കൊണ്ടുവരിക. അവൾ ഇസ്രയേൽ പാളയത്തിൽ താമസിച്ചു. യെരിഹോ പട്ടണം ഒരു ശപിക്കപ്പെട്ട പട്ടണമായിരുന്നു. അവിടെയുള്ള എല്ലാവരും കൊല്ലപ്പെട്ടു. എല്ലാ വസ്തുവകകളും ദൈവത്തിന് ശപഥാർപ്പിതമായിരുന്നു. അതിൽ നിന്നൊന്നും എടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എടുത്തതാക്കാനാണ് അവൻ കൊല്ലപ്പെട്ടു. എന്നാൽ ആ ശപിക്കപ്പെട്ട പട്ടണത്തിൽ നിന്നും അവൾക്കുണ്ടായിരുന്നതെല്ലാം എടുത്ത് ഇസ്രായേൽ പാളയത്തിൽ കൊണ്ടുവരുവാൻ രാഹാബ് എന്ന വേശ്യയ്ക്ക് കഴിഞ്ഞു. കാരണം അവൾക്കുണ്ടായിരുന്നതെല്ലാം അവൾ അവളുടെ വീടിനകത്ത് വെച്ചു. കാരണം ആ വീട്ടിലിരിക്കുന്നതിനെയെല്ലാം സംരക്ഷിക്കാമെന്നായിരുന്നു ഉടമ്പടി. പ്രിയ സുഹൃത്തേ, നിങ്ങൾക്കുള്ള എല്ലാ വസ്തുവകകളെയും എല്ലാ നയ പൈസയെയും സ്വർഗത്തിലേക്ക് മാറ്റുവാൻ സാധിക്കും. അതാണ് രാഹാബിൻ്റെ കഥ പറയുന്നത്. ബുദ്ധിയോടെ പ്രവർത്തിച്ചാൽ മതി. ഇത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് അല്പകാലത്തേക്ക്. എന്തിനു വേണ്ടി? സ്വർഗത്തിൽ പ്രതിഫലമുണ്ടാക്കുവാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വസ്തുവകകളെല്ലാം ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ അവ ഉപയോഗിച്ച് സ്വർഗീയ പ്രതിഫലങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. ആ നിലയിൽ ഞങ്ങളുടെ വസ്തുവകകൾ ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. SMS അയക്കാനും ഫോണിൽ സംസാരിക്കാനുമായി ഈ നമ്പറുകൾ ഉപയോഗിക്കുക: 09880091107 അഥവാ 08135342064 എന്നീ നമ്പറുകൾ ഉപയോഗിക്കുക. നമ്പറുകൾ വീണ്ടും പറയുന്നു: 09880091107 അഥവാ 08135342064. ഇന്ത്യക്ക് പുറത്തു നിന്നും വിളിക്കുന്നവർ 918135342064 എന്ന നമ്പറിലും 919880091107 എന്ന നമ്പറിലും വിളിക്കുക.